എല്ലാ കൂട്ടുകാർക്കും ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ്. വൈകിട്ട് ചായയോടൊപ്പമുള്ള ഒരു സ്നാക്ക് ഐറ്റം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായത് 2 മുട്ടയാണ്. അതെടുത്ത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് മൈദപ്പൊടി എടുക്കുക. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ചേർത്ത പകുതി ഒരുവിധം മിക്സായി കിട്ടിയ ശേഷം മാത്രം രണ്ടാമത്തെ പകുതി മൈദയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം നമുക്ക്. ഇനി ഇതിപ്പോൾ മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുക്കാം. മൈദപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്തിരി തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒരു മീഡിയം ഹീറ്റിലെത്തുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതുപോലെ പരത്തിയെടുക്കുക. ഏകദേശം 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാകും. ഇത് മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഫില്ല് ചെയ്യുന്നത് തേങ്ങ വെച്ചിട്ടാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയായിരിക്കും അതിന് മാച്ച് ആവുക. ഇപ്പോൾ പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെറ്റിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് സമയം മാത്രം മതിയായിരിക്കും ഇതുണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് തേങ്ങയുടെ ഫില്ലിംഗ് 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക. അത് ഈ പത്തിരിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇരുവശവും മടക്കിയെടുത്ത ശേഷം റോൾ ചെയ്ത് പാക്ക് ചെയ്യുന്ന പോലെ റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഓരോ പത്തിരിയും ചുട്ടെടുത്ത് തേങ്ങയുടെ കൂട്ട് ഫില്ല് ചെയ്ത് പാക്കായിട്ട് റോൾ ചെയ്ത് എടുക്കാം. ഇതാ നമ്മുടെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ ഇനി മറ്റൊരു നല്ല തകർപ്പൻ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.